ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിച്ച് ആരാധിക്കുവാനായിട്ടും പോവുകയാണ്. എല്ലാവർക്കും കഴിയുന്നത്രയും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ കൊയർ പാടുമ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിച്ച് ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു മനസ്സോട് എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനത്തോടെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാധിരാജദേവ ആദിയന്തം ഇല്ലാ മഹേശനേ, സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ, സാധു ഞാനും വീണു വണങ്ങുന്നേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. സൈന്യങ്ങളിൽ നായകനങ്ങല്ലയോ, ധന്യനായ ഏകാധിപതിയും. ഇമ്മാനുവേൽ വീരനാം ദൈവവും നീ, അന്യമില്ലേതും തവ നാമം പോ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യഗാധം ആഴിയാനന്ദവാനം, താരാജാലം കാനന പർവ്വതം, മാരിവില്ലും താരും തളിരുമെല്ലാം നിൻ മഹത്വം ഘോഷിക്കും സന്നദ്ധം. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. ഇത്രമേൽ സ്നേഹിക്കുവാൻ എൻ ദൈവമേ, എന്തുള്ളു നീ ജന്മം. നിൻ രുധിരം തന്നെന്നെ വീണ്ടെടുപ്പാൻ ക്രൂശിലോളം നീ നിന്നെ താഴ്ത്തിയോ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ
മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ പുതിയ സംവത്സരത്തിൻ്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ കർത്താവേ, നിൻ്റെ ജനമായ അടിയങ്ങൾക്ക് ഒന്നിച്ച് ദ ഗേറ്റ് മിനിസ്ട്രി ആയിട്ട് അവിടുത്തെ പാദപീഠ ചേർന്ന് വന്ന് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും, ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുവാൻ, സ്തുതികൾക്ക് യോഗ്യനായവനെ സ്തുതികളാൽ കർത്താവേ സ്തോത്രം മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു സംവത്സരം ഞങ്ങളെ വിട്ട് കടന്നുപോയി കർത്താവേ, ഈ പുതിയ സംവത്സരം ഒരനുഗ്രഹത്തിൻ്റെ സംവത്സരമായി തീരുവാൻ, എല്ലാ നിലയിലും ആത്മീകമായി ഞങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു വലിയ സംവത്സരമായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾ നിറയപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ആളാം പ്രതിയായി പേരുപേരായി ഏൽപ്പിച്ച് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് കർത്താവെ, ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറയായി അവിടുത്തെ സന്നിധിയോട് ചേർന്ന് വന്നങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദൈവമുള്ളതെന്ന് ഒന്നിച്ചു പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒന്നിച്ചായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമേ, ആത്മീയ ഹല്ലേലൂയ കർത്താവെ, ശക്തിയാൽ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓരോരുത്തരും കർത്താവ് നിറയ്ക്കുമാറാകണം. ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് ഞങ്ങൾ കൃപമേൽ കൃപ പ്രാപിച്ചവരായി, ധൈര്യത്തോടെ ആത്മീക അനുഗ്രഹവും ബലവും ചൈതന്യവും പ്രാപിച്ചവരായി ഇന്ന് കർത്താവെ സ്തോത്രം ഇവിടെ നിന്ന് മടങ്ങുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ രക്ഷിതാവും അവിടുത്തെ ഓമനകുമാരനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. പാടുവാൻ പ്രാർത്ഥിപ്പാനോ ഒക്കെ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്. കർത്താവേ സ്തോത്രം, പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവേ സ്തോത്രം ഗായക സംഘത്തെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മനിറവിൽ ശുശ്രൂഷകൾ ലീഡ് ചെയ്യുവാൻ ഇതിന് മക്കളെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നടക്കേണ്ടുന്ന മറ്റെല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ കർത്താവേ സ്തോത്രം അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, കർത്താവേ സ്തോത്രം ആത്മീക ആലോചനകൾ കർത്താവേ സ്തോത്രം അവിടുത്തെ ഹല്ലേലൂയ കർത്താവേ ആലോചനകൾ പ്രാപിച്ച് ഇന്ന് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സന്തോഷിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഒന്നിച്ച് ഞങ്ങളെ സഹായിച്ചാട്ട്. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ചേർന്ന് ഒന്നിച്ച് ഞങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിക്കുന്ന എല്ലാവർക്കായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ വീണ്ടും സ്തുതിക്കുന്നു. എല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കാം. നാം ചില പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. പുതുവർഷത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. ഈ പ്രാരംഭ സൺഡേയിൽ ഒന്നിച്ച് ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നുള്ള സന്തോഷത്തോട്, നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഒരു പുതിയ സംവത്സരത്തിലേക്ക് കടക്കുവാൻ ഭാഗ്യം തന്ന ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇടം മറന്ന് സ്ഥലം മറന്ന് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മൾക്കിടയാക്കട്ടെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യും. ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, പാടി മഹത്വപ്പെടുത്തുവാൻ, ഒന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ ഇന്നും ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുവാൻ, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ പാടി വണങ്ങുവാൻ, സ്തുതിക്കുവാൻ, ഒന്നിച്ച് കർത്താവ് നമുക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എണ്ണി എണ്ണി കർത്താവിനെ സ്തുതിക്കുവാൻ, ഇത്രത്തോളം നമ്മളെ കൊണ്ടുവരുവാൻ നമ്മളെന്തുള്ളൂ. ഹല്ലേലൂയ. ഓരോ ദിവസവും നമുക്ക് ദൈവം പകർന്ന നന്മകൾ, പരിപാലിച്ച ദൈവിക കൃപകൾ, അവിടുത്തെ കരുണ, ഹല്ലേലൂയ, എല്ലാം ഓർത്ത് നാം ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിൻ്റെ പാദപീഠയാണ് നാം ചേർന്ന് വന്നിരിക്കുന്നത്. നമുക്കൊന്നിച്ച് നമ്മുടെ ആവശ്യങ്ങളെ, ഹല്ലേലൂയ, ദൈവം നടത്തിയ വിധങ്ങളെ ഒക്കെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് വീണ്ടും പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി, ഹല്ലേലൂയ, നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറന്ന്, ഹല്ലേലൂയ, സ്വർഗീയ മഹിമ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. ആകാശം അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനങ്ങൾ അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അതിമഹത്തായ ദൈവത്തെ, ഹല്ലേലൂയ, 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 കണ്ട് പാടി സ്തുതിക്കുവാൻ, ആത്മീയ കണ്ണുകളാൽ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവിക സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും അനുഭവിപ്പാനായിട്ട്, ആരും നിർവിചാരകന്മാരായി നിൽക്കുന്നവരായിട്ടല്ല, എല്ലാവരും ദൈവിക സാന്നിധ്യം അനുഭവിച്ചവരായി, ഹല്ലേലൂയ, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, നമ്മെ മെടഞ്ഞവൻ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നമ്മളെ കണ്ടിരുന്നവൻ, ഹല്ലേലൂയ, ഈ ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുന്നമേ നമ്മളെ കണ്ടിരുന്നവൻ, നമ്മളെ പേർ ചൊല്ലി വിളിച്ചവൻ, ആ ദൈവത്തിൻ്റെ സന്നിധിയോടാണ് നാം ചേർന്ന് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും പാടി കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ മഹത്വപ്പെടുത്താം. ഈ ഒരു പുതിയ വർഷം നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട്, ഹല്ലേലൂയ, നമുക്ക് ചേർന്ന് സമർപ്പിച്ച് ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് വീണ്ടും പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യും. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ.
യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ കൃപ ഒന്നു മാത്രം യേശുവേ. 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 സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങേ വാഴ്ത്തി വണങ്ങുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. ഞങ്ങളോട് ഇടപെടുമാറാകണം. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകരുമാറാകണം. അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾ നിറയപ്പെടുമാറാകണം കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ അവിടുത്തെ ശക്തി വ്യാപരിക്കുമാറാകണം. ഹല്ലേലൂയ. എന്നെ തിരഞ്ഞെടുക്കുവാൻ കർത്താവേ, എന്നെ മാനിക്കുവാൻ ഒരു നന്മയുമില്ലായിരുന്ന സമയത്ത് കർത്താവ് ഞങ്ങളെ തേടി വന്നു. ഹല്ലേലൂയ. ഞങ്ങളിൽ ഒരു നന്മയുമില്ലായിരുന്നു കർത്താവേ. ഈ ലോകപ്രകാരം ഞങ്ങളായിരുന്ന സമയത്ത് കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നു. നീ ഞങ്ങളെ വിളിച്ചു, വേർതിരിച്ചു, നിൻ്റെ മക്കളാക്കി, അവിടുത്തെ അവകാശികളാക്കി, നിത്യജീവനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് കർത്താവേ, അവിടുത്തെ കൂട്ടവകാശികളാക്കി ഒന്നിച്ച് കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഹല്ലേലൂയ നിത്യം വാഴുവാനായി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുക കർത്താവെ. ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. സഭ ചേർക്കുന്ന ഒരു നാളുണ്ട്. വാനമേഘങ്ങളിൽ കർത്താവ് പ്രത്യക്ഷനാവുന്ന ഒരു നാളുണ്ട്. ആ വലിയ പ്രത്യാശയെ ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നതിനാൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്ന നാളിൽ കർത്താവെ, നാം എല്ലാവരും രൂപാന്തരപ്പെടും. ആ വലിയ പ്രത്യാശയെ ഞങ്ങളുടെ ഉള്ളിൽ തന്ന് സന്തോഷത്തോടെ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നുള്ളൂ. അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട്, പകരുന്ന എല്ലാ കൃപകൾക്കായിട്ട്, നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ വീണ്ടും സ്തുതിക്കുന്നു കർത്താവെ. അധികമായി വർദ്ധിച്ചു വരുവാൻ കർത്താവെ, ഈ 2024 എല്ലാ നിലയിലും ആത്മീകമായി അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു വർഷമായി തീരുവാൻ നിങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥനയോട് സ്തുതികളോട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തന്നെ ബൈബിൾ റീഡിങ്ങിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ബൈബിൾ റീഡിങ്ങിനായിട്ട് സിസ്റ്റർ സെലിൻ തോമസ് മുന്നോട്ട് കടന്നു വരികയും അതിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ബൈബിൾ ഉള്ളവരെല്ലാവരും കൈകളിൽ ബൈബിൾ എടുക്കുകയും വായിക്കുന്ന ഭാഗം ചേർന്ന് വായിക്കുവാനും ദൈവം സഹായിക്കട്ടെ. സിസ്റ്റർ സെലിൻ തോമസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. മലാഖി പ്രവചനം 3-ാം അധ്യായം 1 മുതൽ 10 വരെ. എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നതിനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നതിനെ പോലെയും ഇരുന്നുകൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. അന്ന് യഹൂദയുടെയും യെരുശലേമിൻ്റെയും വഴിപാട് പുരാതന കാലത്തെന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിൽ എന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. യഹോവയായി ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു.
ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. വായിച്ചു കേട്ട അനുഗ്രഹീതമായ വേദ ഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ദൈവവചനം, ഹല്ലേലൂയ, അത് നമ്മളോട് സംസാരിക്കുവാൻ, അത് നമുക്ക് അനുഗ്രഹമായി ഒരാഴ്ചവട്ടക്കാലം മുഴുവനും, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. തുടർമാനമായിട്ട് നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അത് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് ഉയർത്തുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാവരും ആ വിഷയങ്ങളെ ഓർത്ത് ചേർന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിന് മഹത്വം കരയറ്റുകയും ചെയ്തുകൊണ്ടായിരുന്നാട്ട് 5 വിഷയങ്ങളാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രാരംഭമായിട്ട് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയെ, അത് പകലുള്ള കാലത്തോളം അതിനെ തികയ്ക്കുവാൻ, ആയുസ്സുള്ള കാലത്തോളം കർത്താവിൻ്റെ ക്രൂശിനെ പ്രസിദ്ധമാക്കുവാൻ, ലോകത്തിൻ്റെ അറ്റം മുതൽ അറ്റം വരെ ആവോളം ഈ സ്വർഗീയ സന്ദേശം അറിയിക്കുവാൻ ക്രൂശിൻ്റെ സാക്ഷികളായി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേസ് കമ്മീഷൻ, ആ ഒരു മഹാദൗത്യവുമായി കർത്താവിൻ്റെ ഹല്ലേലൂയ ആ വലിയ സുവിശേഷവുമായി ലോകത്തിലേക്ക് ചെല്ലുവാൻ, ആയിരങ്ങളോട് കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ, ആ ക്രൂശിൻ്റെ മഹത്വം അറിയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ വലിയ ദൗത്യം ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ചർച്ചിനായിട്ട്, ദ ഗേറ്റ് മിനിസ്ട്രീസിലെ എല്ലാ യൂട്യൂബ് മിനിസ്ട്രികൾക്കായിട്ട്, സ്കൂൾ ഓഫ് ടയർനെസ്സിനായിട്ട്, അപ്രൂവ്ഡ് വർക്ക്മെൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട്, ദ ഗേറ്റ് TV-ക്കായിട്ട്, ദ ഗേറ്റ് ഹിന്ദി സെഷനായിട്ട് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മീഡിയകളിൽ കൂടെ ഒക്കെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും ക്രൂശിൻ്റെ സാക്ഷികളായി നിൽക്കുവാനും ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് അധികാരത്തോട്, അഭിഷേകത്തോട് കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ, യേശു ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി, സാക്ഷികളായി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ പല സ്ഥലങ്ങളിൽ ലോക്കൽ ചർച്ചുകളായിട്ട് നാം കൂടി വരുന്നു. ഇന്ന് പകലിൽ നടക്കുന്ന എല്ലാ ആരാധനകളെയും ദൈവം സഹായിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. കൂടാതെ ഈ മാസം തന്നെ നാം 21-ാം തീയതി കോട്ടയത്ത് ദ ഗേറ്റ് ചർച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നു. കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, ആ ദേശത്ത് ആയിരങ്ങളോട് ഈ സത്യവചനത്തെ പ്രഘോഷിക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട്, ആയിരങ്ങൾ ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസ കണ്ണുകളാൽ അത് കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷിക്കുവാൻ വേണ്ടുന്ന കർത്താവിൻ്റെ ദാസന്മാരെയൊക്കെ കർത്താവ് കൽപ്പിച്ചാക്കേണ്ടതിനായിട്ടും ആത്മീക ആലോചനകൾ ആ ദേശത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രഘോഷിക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പല പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അവർക്കായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി, നമ്മുടെ രക്തത്തിൻ്റെ രക്തമായി ഹല്ലേലൂയ നമ്മളോടൊപ്പമായിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, ഓരോ സഹോദരി സഹോദരങ്ങളും ഈ ശരീരത്തിൻ്റെ ഭാഗമാണ്. അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, നന്മ, പ്രയാസങ്ങൾ എല്ലാത്തിലും നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി നാം കടംപ്പെട്ടവരാണ്. പലരും പല വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിലർ രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ, മാരകമായ രോഗങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. പലർ ഹോസ്പിറ്റലിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ദൈവം സൗഖ്യമാക്കേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അദൃശ്യമായ കരം അവരുടെ മേൽ വയ്ക്കുവാൻ, വചനമയച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സൗഖ്യവും വിടുതലും സമാധാനവും കർത്താവ് പകരേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഓരോരുത്തരും ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ, ആത്മീകമായി, ശാരീരികമായി, ഭൗതികമായി ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവിക ആലോചന കേട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. കൂടാതെ ഇന്നത്തെ ഈ സഭായോഗത്തിൽ പല വിഷയങ്ങളുമായി പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെടുവാൻ കഴിയാതെ അതാത് സ്ഥലങ്ങളിൽ ഞരക്കത്തോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചായിരിക്കുന്നവർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിഷയം എന്തു തന്നെയായിരുന്നാലും നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം ആ വിഷയങ്ങളൊക്കെ അറിയുന്നു. ഹല്ലേലൂയ. ആ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിടുതൽ അയക്കപ്പെടുവാൻ, സമാധാനവും സന്തോഷവും ദൈവസ്നേഹവും ഒക്കെ അവരുടെ ഉള്ളിൽ വർദ്ധിക്കുവാൻ, കർത്താവ് എനിക്ക് വലിയവ ചെയ്തു
എന്ന് പറയുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചേർന്ന് നമ്മുടെ തലകളെ വണക്കാം. ഒന്നിച്ച് ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കായിട്ടും നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസം ഒരിക്കൽ കൂടി നിൻ്റെ മക്കളായ അടിയങ്ങൾ കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളുമായി തിരുസന്നിധിയോട് ചേർന്ന് വന്ന് തിരുമുമ്പിൽ തലയെ വണക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ച 5 വിഷയങ്ങളിലും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ സഹായിക്കുമാറാകണമേ. അവിടുത്തെ മഹിമ കണ്ട സാക്ഷികളായി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളെ സഹായിച്ചാട്ട്. വിശേഷാൽ കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ തലവണക്കിയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ വിടുതലും സൗഖ്യവും സമാധാനവും ഒക്കെ കർത്താവെ ഈ പ്രാർത്ഥനയിൽ തന്നെ അവർ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരുന്നാട്ട് തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട്, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിച്ചാട്ട്, സംസാരിപ്പാൻ കർത്താവെ സ്തോത്രത്തിൻ്റെ ദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തിക്കാട്ട്, അങ്ങയുടെ നാമത്തിനും മഹത്വമായി നിൽക്കുവാൻ നീ ഞങ്ങളെ ഒന്നിച്ച് സഹായിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പുതിയ സംവത്സരത്തിൽ പ്രാരംഭ സൺഡേയിൽ നമുക്കൊന്നിച്ച് ഇങ്ങനെ ദ ഗേറ്റ് മിനിസ്ട്രിയായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാത് സ്ഥലങ്ങളിൽ ആരോഗ്യത്തോട്, ബലത്തോട്, സമാധാനത്തോട്, സന്തോഷത്തോട് ദൈവം നമ്മളെ ഓരോരുത്തരെയും പരിപാലിച്ചല്ലോ. അനർത്ഥങ്ങളൊക്കെ നമ്മുടെ തലയ്ക്ക് മീതെ കടന്നു പോയപ്പോൾ കർത്താവിൻ്റെ കരം കൂടെയിരുന്നു. ഒരു പുതിയ സംവത്സരം നമുക്ക് ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് തുടർന്ന് അല്പസമയത്തെ വചന ചിന്തയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ ബ്രദർ എൽദോ വർഗീസ് അവർ മുന്നോട്ട് കടന്നു വരികയും വചനം ശുശ്രൂഷിക്കുകയും ചെയ്യും. ബ്രദർ എൽദോ വർഗീസ് നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതനാണ്. നമുക്ക് സുൽത്താൻ ബത്തേരിയിലെ ദ ഗേറ്റ് ചർച്ചിൻ്റെ ശുശ്രൂഷകനായി താൻ സേവനം അനുഷ്ഠിച്ചിരുന്നു. എന്നാൽ ഈ ആഴ്ച മുതൽ താൻ കോട്ടയത്തേക്ക് മാറിയിരിക്കുകയാണ്. നമുക്ക് കോട്ടയത്ത് ദ ഗേറ്റ് ചർച്ച് നാം പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനായിട്ട് പോകുന്നു. 21-ാം തീയതി ഈ 21-ാം തീയതി ചർച്ച് കോട്ടയത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ഡെഡിക്കേറ്റ് ചെയ്യും എന്നുള്ള വിഷയം നിങ്ങൾക്ക് ഒട്ടുമുക്കാലും പേർക്ക് ഇതിനോടകം അറിയാമല്ലോ. അതിനായിട്ട് വിശേഷാൽ പ്രാർത്ഥിച്ചായിട്ട് ഡോക്ടർ ചെറിയാൻ കുര്യൻ ആയിരിക്കും കോട്ടയത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എന്നാൽ തനിക്ക് സഹായത്തിനായി പ്രാരംഭ സമയങ്ങളിലൊക്കെ ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ബ്രദർ എൽദോ വർഗീസ് അവർ തന്നോടൊപ്പം കോട്ടയത്തായിരിക്കും. കർത്താവിൻ്റെ ദാസൻ ദ ഗേറ്റ് മിനിസ്ട്രീസിനും ഗേറ്റ് ചർച്ചിനും ഒക്കെ വലിയ അനുഗ്രഹമാണ്. ദൈവം ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. ഇന്ന് തുടർന്നുള്ള അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ദൈവവചനം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ബ്രദർ എൽദോ വർഗീസിനെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക സന്ദേശവും തൻ്റെ സാക്ഷ്യവും ഒക്കെ പ്രസ്താവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ബ്രദർ എൽദോ വർഗീസ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ദിവസം കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേരുവാനും ദൈവത്തെ ആരാധിപ്പാനും ഇങ്ങനെ നമ്മുടെ സ്വർഗ്ഗത്തിലെ ദൈവം ഒരു അവസരം തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമുക്കെത്ര നല്ലവനാണല്ലേ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നാളുകളും നമ്മളെ പുലർത്തുകയും കരുതുകയും നമ്മളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നവനായിരിക്കുന്ന കർത്താവിൻ്റെ കൃപ എത്ര വലുതാണ്. ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നു, നമ്മളുടെയൊക്കെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിച്ചതിനേക്കാൾ, നമ്മുടെ കൂടപ്പിറപ്പുകൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ എത്രയോ അധികമാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നുള്ളത് ഓർക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുകയും കർത്താവിന് പാടുകയും കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കുന്ന സഭായോഗങ്ങൾ തീർച്ചയായിട്ടും വളരെയേറെ വിലയേറിയതാണ്. നമുക്ക് ഗേറ്റ് മിനിസ്ട്രി ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ചേരുവാനും സഭായോഗം ആരംഭിക്കുവാനും സഭായോഗത്തിൽ പങ്കെടുക്കുവാനും ഒക്കെ നമുക്കിടവരുത്തിയതോർത്ത് ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഇനിയുള്ള അല്പനിമിഷങ്ങൾ ദൈവവചനം പഠിക്കേണ്ടതിനായിട്ട് നമുക്ക് വേർതിരിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പോഷണം പ്രാപിച്ചവരായിട്ട് കർത്താവിന് പ്രയോജനമുള്ളവരായി തീരണമല്ലോ നമ്മൾ ഓരോരുത്തരും. അതിനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ എവരെയും സഹായിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് 4 സുവിശേഷ പുസ്തകങ്ങളും കർത്താവിൻ്റെ ശരീരമായ സഭയും തമ്മിലുള്ളായിരിക്കുന്ന ബന്ധം എന്താണ് എന്നുള്ളതാണ്. ഞാൻ ആ വിഷയം ഒന്നുകൂടി പറയാം. 4 സുവിശേഷ പുസ്തകങ്ങളും എന്ന് പറഞ്ഞാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷ പുസ്തകങ്ങളും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയും തമ്മിലുള്ളായിരിക്കുന്ന ബന്ധം എന്താണ് എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അനേകരും ചോദിക്കുന്നത്, കർത്താവിൻ്റെ ക്രിസ്ത്യാനികൾ എന്ന് പേരുള്ളവരായിരിക്കുന്ന നമ്മൾ ക്രിസ്തു യേശുവിൻ്റെ ഉപദേശങ്ങളല്ലേ
കൈക്കൊള്ളേണ്ടത്? ക്രിസ്തുയേശുവിൻ്റെ ഉപദേശങ്ങളല്ലേ നമ്മൾ പിന്തുടരേണ്ടത്? അപ്പം നമ്മൾ ക്രിസ്തുയേശുവിൻ്റെ ഉപദേശങ്ങളെ മാറ്റി നിർത്തിയിട്ട് പൗലോസ് പറഞ്ഞതായിരിക്കുന്ന ഉപദേശങ്ങളെ സ്വീകരിക്കുന്നുവെങ്കിൽ എങ്ങനെ അത് അംഗീകരിക്കാനായിട്ട് പറ്റും? അപ്പോൾ പിന്നെ നമ്മൾ ക്രിസ്ത്യാനികളാണോ? അപ്പോൾ ചിലർ അതിനെക്കുറിച്ച് പറയും, നമ്മൾ പൗലോസ്യന്മാരല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പൗലോസ്യന്മാർ, അതൊരു നല്ല ചോദ്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഒന്ന് മനസ്സിലാക്കുക, യേശുക്രിസ്തുവിൻ്റെ ഉപദേശം ആരാണ് ലോകത്തിന് നൽകിയത്? കർത്താവ് നേരിട്ട് പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും അവിടെയുള്ളവർ കേട്ടു എന്നല്ലാതെ അത് രേഖപ്പെടുത്തിയായിരുന്നു? അല്ലല്ലോ. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിന് നൽകിയത് 12 അപ്പോസ്തലന്മാരാണ്. അവരിലൂടെയാണ് അത് ലോകത്തിലേക്ക് വന്നത്. അതിൽ തന്നെ തിരുവെഴുത്ത് എഴുതിയവരായിരിക്കുന്നവരാണ് യേശുക്രിസ്തുവിൻ്റെ ഉപദേശം ലോകത്തിന് നൽകിയത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെ ലോകത്തിന് തന്നതായിരിക്കുന്ന വെളിപ്പെട്ടതായിരിക്കുന്ന വചനങ്ങൾ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. യേശുക്രിസ്തു പൗലോസിലൂടെ ലോകത്തോട് സംസാരിച്ചാണ്. അപ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനും യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞങ്ങ് കേൾക്കുന്നതല്ല, നേരിട്ട് പറഞ്ഞു എന്ന് എഴുതിയതായിരിക്കുന്ന അപ്പോസ്തലന്മാർ എഴുതി നമുക്ക് തന്നതാണ്. അതേപോലെ തന്നെയാണ് പൗലോസ് അപ്പോസ്തലനും ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിൽ നിന്ന് അത്ര പഠിച്ചത്, ഞാൻ എനിക്ക് മുമ്പെയുള്ള അപ്പോസ്തലന്മാരിൽ നിന്നല്ല പഠിച്ചതെന്നൊക്കെ പറഞ്ഞ് പൗലോസും നമുക്ക് എഴുതി തന്നതായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വചനം തന്നെയാണ്. അപ്പോൾ 12 അപ്പോസ്തലന്മാരുടെ യേശുക്രിസ്തുവിൻ്റെ വചനം എഴുതി കൊടുത്തതും പറഞ്ഞതും ഒക്കെ യഹൂദ പശ്ചാത്തലത്തിൽ അവരോടാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ജാതികളുടെ അപ്പോസ്തലനാണ്. ജാതികളുടെ അപ്പോസ്തലനിലൂടെ ജാതികൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം പറഞ്ഞ് പൗലോസിലൂടെ കർത്താവ് തന്നായിരിക്കുന്ന ഉപദേശം നമ്മൾ പിൻഗമിക്കുന്നത്. അല്ലാതെ പൗലോസിൻ്റെ ഉപദേശമല്ല നമ്മൾ പിൻപറ്റുന്നത്. പൗലോസിലൂടെ കർത്താവ് സംസാരിച്ചായിരിക്കുന്ന ഉപദേശമാണ് നമ്മൾ പിൻപറ്റുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മളാരും മറന്നു പോകരുത് എന്ന് ഞാൻ ഓർക്കുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, 4 സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രമാണ്. അത് മനസ്സിലാക്കണം, യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രമാണ്. അല്ലാതെ നമുക്ക് അനുസരിക്കാൻ തന്നിരിക്കുന്ന ഉപദേശ സംഹിതയല്ലത്. അത് മനസ്സിലായോ? യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രമാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തു ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. ഞാൻ നിങ്ങൾക്ക് എഴുതിയത്, അല്ലെങ്കിൽ തെയോഫിലോസേ നിനക്ക് എഴുതിയത് യേശുക്രിസ്തുവിൻ്റെ ചരിത്രമായിരുന്നുവല്ലോ എന്നാണ്. ആ ചരിത്രം എന്നുള്ള വേദവാക്യം ഒന്നും കൂടി വായിച്ചേ. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം. 1-ാമത്തെ ചരിത്രം. അപ്പോൾ ലൂക്കോസ് എഴുതിയായിരിക്കുന്ന ആ സുവിശേഷത്തെക്കുറിച്ച് ഇപ്പോൾ ലൂക്കോസ് തന്നെ എന്തെന്നാ പറഞ്ഞത്? ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രമെന്നാണ്. അപ്പോൾ ഈ മത്തായി, മർക്കോസ്, ലൂക്കോസിലൊക്കെ എന്താ കിടക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ചരിത്രമാണ്, ജീവിത വൃത്താന്തമാണ്. കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു, കർത്താവ് യഹൂദന്മാരെ ഉപദേശിച്ചു, കർത്താവ് ചെയ്തായിരിക്കുന്ന വീര്യപ്രവൃത്തികൾ, അതിശയങ്ങൾ എല്ലാമാണ് ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ കിടക്കുന്നത്. അത് യഹൂദന്മാരോട് സംസാരിച്ചായിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മളോട് പറഞ്ഞു തന്നത് അപ്പോസ്തലന്മാരാണ്. അതുപോലെ തന്നെയാണ് എന്താ പറയുന്നത്, പൗലോസിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ കർത്താവിൻ്റെ ഈ ഉപദേശങ്ങൾ യഹൂദ പശ്ചാത്തലത്തിൽ അവരോടാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പിൻപറ്റേണ്ടതും ആ ഉപദേശം സ്വീകരിക്കേണ്ടതും യഹൂദന്മാർ തന്നെയാണ്. യഹൂദന്മാരത് പിൻപറ്റിയിരുന്നു എന്ന് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കേണ്ടതിന് പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം. ഒരു ചരിത്രം അവിടെയും പറയാണ്, ഒരു ചരിത്രം. ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുന്നുണ്ട്. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലേ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിലെ കർത്താവിൻ്റെ ആ മൊഴികൾ നമ്മൾക്ക് അനുസരിക്കാൻ തന്നതല്ലേ, എന്നാലല്ലേ ക്രിസ്ത്യാനികളാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുന്നോട് പറയാനുള്ളത്, അത് കർത്താവിൻ്റെ ജീവചരിത്രമാണ് എഴുതിയിരിക്കുന്നത്.
ഇതിൽ കൂടുതൽ തെളിവില്ലല്ലോ. ബൈബിളിൽ തന്നെ ജീവചരിത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അവരനുസരിച്ചിരുന്ന, അവർ പ്രമാണിച്ചിരുന്നായിരിക്കുന്ന കാര്യങ്ങളുമായിരുന്നു. ആരാ? യഹൂദന്മാർ പ്രമാണിച്ചിരുന്നായിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. അല്ലാതെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ളായിരിക്കുന്ന ശിഷ്യന്മാർ ആ ഉപദേശങ്ങളല്ല, കർത്താവിൻ്റെ ആ ഉപദേശങ്ങളല്ല സ്വീകരിച്ചിരുന്നത് എന്നുള്ളത് ഞാൻ താഴേക്ക് നിങ്ങൾക്ക് തെളിവ് തരാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ എന്താ പറയുന്നത്, ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ എഴുതിയായിരിക്കുന്ന കാലഘട്ടങ്ങൾ എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? കാലഘട്ടങ്ങൾ എപ്പോഴാണെന്നറിയാമോ? മത്തായി, മർക്കോസും എഴുതിയത് AD 56 മുതൽ 60 വരെയുള്ളായിരിക്കുന്ന കാലഘട്ടങ്ങളിലായിരിക്കാം എന്നുള്ളതാണ് എല്ലാ ചരിത്രകാരന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മത്തായി, മർക്കോസ് എഴുതിയത്. ലൂക്കോസ് എഴുതിയായിരിക്കുന്ന സുവിശേഷം AD 60 തന്നെയാണെന്നാണ് അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്. AD 60. യോഹന്നാൻ എഴുതിയായിരിക്കുന്ന സുവിശേഷം 85-90 കാലഘട്ടങ്ങളിലാണെന്നാണ്. AD 85-90 കാലഘട്ടങ്ങളിലാണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയത് എന്നാണ്. എന്നാൽ പൗലോസിൻ്റെ മിഷണറി യാത്ര ഏത് കാലഘട്ടത്തിലായിരുന്നു? നിങ്ങളൊന്ന് ചിന്തിക്കണം. പൗലോസിൻ്റെ മിഷണറി യാത്ര 47 മുതൽ 58 വരെയായിരുന്നു. AD 47 മുതൽ 58 വരെയായിരുന്നു. ഞാൻ എന്തിനാ ഈ കാലക്കണക്ക് പറഞ്ഞതെന്നറിയാമോ? പൗലോസ് 3 മിഷണറി യാത്രകൾ നടത്തി. 3 മിഷണറി യാത്രയിലുമായി എന്താ പറയുന്നത്, ഏഷ്യയുടെ പല ഭാഗങ്ങളിലും മറ്റ് ചില സ്ഥലങ്ങളിലുമൊക്കെ ആയിട്ട് അനേകം സഭകൾ സ്ഥാപിക്കുകയും അവരെ കർത്താവിൻ്റെ സത്യവചനത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷയുടെ സന്ദേശം പറഞ്ഞ് അവരെ കൂട്ടി വരുത്തുകയും ഉപദേശിച്ച് പ്രബോധിപ്പിച്ച് അവരെ അതാത് സ്ഥലങ്ങളിൽ സഭയാക്കി വയ്ക്കുകയും ചെയ്തായിരിക്കുന്ന കാലഘട്ടങ്ങളിലൊന്നും ഈ 4 സുവിശേഷങ്ങൾ എഴുതിയിരുന്നില്ല എന്ന് തെളിയിക്കാനാണ്. ഞാൻ പറഞ്ഞില്ല, AD 60 ആ സുവിശേഷങ്ങളൊക്കെ എഴുതിയേ. യോഹന്നാൻ്റെ സുവിശേഷം 85-90 കാലഘട്ടങ്ങളിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനൊക്കെ എത്രയോ മുമ്പ് പൗലോസിൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾ തുടങ്ങി. എത്രയെല്ലാം സ്ഥലങ്ങളിൽ, എവിടെയെല്ലാം, റോമിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ വിശ്വാസികളുടെ കുടിയൊറവുകളുണ്ടായി അല്ലേ, നമുക്കറിയാം. അപ്പോൾ അവരാരും ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം കേൾക്കുകയാട്ടെ, അറിയുകയാട്ടെ, പഠിക്കുകയാട്ടെ ചെയ്തിട്ടില്ല. ഈ ഈ സുവിശേഷ പുസ്തകങ്ങൾ അവരാരും ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. അറിയാമല്ലോ, അവർക്ക് കാണാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അവരെ സഭയായി കൂടി വരുന്ന സമയങ്ങളിൽ ഈ സുവിശേഷ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല, ഒന്നുമില്ല. പിന്നെ അവർ കർത്താവിനെക്കുറിച്ച് എങ്ങനെയാണ് കേട്ടേ? കർത്താവിനെക്കുറിച്ച് അവർ കേട്ടത് പൗലോസിനോട് കൂടെ പോയതായിരിക്കുന്ന മിഷണറിമാരും കർത്താവിനെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ പൗലോസ് നേരിട്ട് കണ്ട്, അതായത് ജീവിച്ചിരുന്ന കർത്താവിൻ്റെ ഉപദേശങ്ങളൊന്നും നേരിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അവർ കേട്ടതും അറിഞ്ഞതുമായിരിക്കുന്ന കാര്യങ്ങൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്നതായിരിക്കുന്ന ജാതീയ സഭകളോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കർത്താവ് ജനിച്ചു, കർത്താവ് ജീവിച്ചു, കർത്താവ് ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തു, കർത്താവ് പല രോഗികളെയും സൗഖ്യമാക്കി, പലതും ചെയ്തു, ഇങ്ങനെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിൽക്കുകയും ചെയ്തു എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളായിരിക്കുന്ന ഈ കാര്യങ്ങൾ പൗലോസും ബർന്നബാസും പിന്നെ പൗലോസിൻ്റെ കൂടെ സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടായിരിക്കുന്നവരൊക്കെ ഈ ജാതീയ സഭകളോട് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് അവർക്ക് ഈ കാര്യങ്ങൾ ബോധ്യമായിട്ടുള്ളൂ. അപ്പോൾ അവിടെയൊന്നും അവർ പറഞ്ഞപ്പോഴൊന്നും കർത്താവ് ഉപദേശിച്ചായിരിക്കുന്ന ഉപദേശങ്ങൾ അണുവിട തെറ്റാതെ അവരെ പഠിപ്പിച്ചു എന്നൊക്കെ നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? കാരണം പൗലോസ് പോലും അത് കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പൗലോസ് അങ്ങനെ പറയുന്നത്? അപ്പം ഞാൻ പറഞ്ഞത്, ഈ ജാതീയ സഭകളൊന്നും തന്നെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ 4 സുവിശേഷങ്ങൾ കേൾക്കുകയോ അത് അറിയുകയോ അത് വിശ്വസിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യമാണ്. തന്നെയല്ല, ഈ നമുക്കറിയാമല്ലോ, നമ്മളുടെ കയ്യിൽ ഇന്ന് ഉള്ളതായിരിക്കുന്ന ഈ സത്യവേദ പുസ്തകം ഇതുപോലെ ക്രോഡീകരിച്ചൊക്കെ നമ്മുടെ കൈകളിലേക്ക് 66 പുസ്തകങ്ങൾ ഇതുപോലെ ക്രോഡീകരിച്ചൊക്കെ കിട്ടിയത് AD 3-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ അതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഈ വിധത്തിൽ ക്രോഡീകരിച്ച് കുറച്ച് പേർക്കെങ്കിലും കിട്ടുകയോ വായിക്കുകയോ ചെയ്യാൻ കഴിഞ്ഞത്. അതിനു മുമ്പൊക്കെ ഈ പൗലോസ് ആകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള അപ്പോസ്തലന്മാരാകട്ടെ, ഇനി അതല്ല 4 സുവിശേഷങ്ങളാകട്ടെ, അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും തന്നെ അത് അതാത് സ്ഥലങ്ങളിൽ ഉള്ളവരുടെ കയ്യിൽ ഒരു കയ്യെഴുത്ത് പ്രതി ഉണ്ടെന്നല്ലാതെ അതൊന്നും വ്യാപകമായിട്ട് എവിടെയും പോയില്ലെന്നേ. അപ്പോൾ പിന്നെ പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷയിലുണ്ടായിരിക്കുന്ന സഭകളിൽ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രമാണോ പഠിച്ചത്? അല്ല, യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളാണോ പഠിപ്പിച്ചത്? അവരതാണോ ഫോളോ ചെയ്തത്? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. അവർക്ക് എങ്ങനെ ഇത് അറിയാൻ ചാൻസ് ഉള്ളത്?
യേശുക്രിസ്തു വന്നു, ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ്, ഈ കാര്യങ്ങളൊക്കെ സത്യം. അതെല്ലാം ന്യായപ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ പൗലോസ് അവർക്ക് തെളിയിച്ചു കൊടുത്തു. എന്നാൽ അതിലൂടെ ജാതികളായിരിക്കുന്നവർക്ക് എങ്ങനെ രക്ഷ വരുന്നതെന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവരെ പഠിപ്പിച്ചതും അവരെ ഗ്രഹിപ്പിച്ചതും എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും ഈ പറയുന്നതായിരിക്കുന്ന യെരുശലേമിൽ ഉള്ളതായിരിക്കുന്ന ഈ ചരിത്ര പുസ്തകങ്ങൾ ഇനി AD 60 ശേഷം എഴുതിയ പുസ്തകങ്ങളാണെങ്കിൽ പോലും ഒരു കാരണവശാലും എവിടെ എത്തിയില്ല? യൂറോപ്പിൻ്റെ ഭാഗങ്ങളിലേക്കും റോമിൻ്റെ ഭാഗങ്ങളിലേക്കും ഒന്നും എത്തിയില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയല്ലേ ഇതൊക്കെ കിടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അവിടെ എഴുതിയതായിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എത്തുന്നത്? ഇന്നത്തെ മാതിരി വല്ല സാങ്കേതിക വിദ്യകളൊക്കെ അന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കാരണവശാലും സുവിശേഷ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ജാതീയ സഭകൾ അന്ന് രൂപം കൊണ്ടത് എന്നുള്ളത് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. ഇനി ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ കർത്താവിൻ്റെ ഉപദേശങ്ങൾ, കർത്താവിൻ്റെ 3.5 വർഷം കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഉപദേശിച്ചായിരിക്കുന്ന ഉപദേശങ്ങൾ, കർത്താവിൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് ന്യായപ്രമാണമാണ്. അതിൻ്റെ ന്യായപ്രമാണത്തിന് കീഴില്ല. കർത്താവായി യേശു ക്രിസ്തു നമുക്കറിയാം 8-ാം നാളിൽ കറക്റ്റായിട്ട് യഹൂദനെ ഏൽക്കുന്ന പരിച്ഛേദന കർത്താവ് ഏറ്റു. കർത്താവ് സ്നാനമേറ്റു. കർത്താവ് കറക്റ്റായിട്ട് യെരുശലേം ദേവാലയങ്ങളിലെ സമയങ്ങളിൽ പോയി. ഇതൊക്കെ അറിയാം അല്ലേ? കർത്താവ് ഇതെല്ലാം ചെയ്ത് കർത്താവ് യഹൂദന്മാരുടെ ഇടയിൽ ഒരു യഹൂദനായി ജനിച്ച് യഹൂദൻ്റെതായിരിക്കുന്ന സകല മര്യാദകളും പാലിച്ച് അവരുടെ ഇടയിലേക്ക് വന്നവനായിരിക്കുന്ന കർത്താവാണ് എന്ന് നമുക്കറിയാനായിട്ട് പറ്റും. എന്നാൽ നമുക്കറിയാം, അങ്ങനെ കർത്താവ് സ്നാനമേറ്റതുകൊണ്ടൊന്നും നമ്മൾ സ്നാനമേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് പരിശോധനയേറ്റത് നമ്മൾ കേൾക്കണ്ടേ? അങ്ങനെ പറ്റുമോ? കർത്താവേറ്റായിരിക്കുന്ന പരിശോധന നമുക്ക് കേൾക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കർത്താവേറ്റ സ്നാനവും നമ്മൾ പിന്തുടരേണ്ടതായിരിക്കുന്ന ഒരു മാതൃകാ സ്നാനമൊന്നും അല്ല കേട്ടോ. അങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ട്, അത് കർത്താവ് സ്നാനമേറ്റെങ്കിൽ പിന്നെ വിശ്വാസികൾ സ്നാനം ഏൽക്കണ്ടെന്നൊക്കെ. ഒന്നുമില്ല. അങ്ങനെ കർത്താവ് സ്നാനമേറ്റുകൊണ്ട് വിശ്വാസികൾ സ്നാനം ഏൽക്കണ്ട. കർത്താവ് ഏത് സ്നാനമേറ്റ? ഞാൻ അങ്ങനെ പറയുന്നതിനോട് ചോദിക്കാറുണ്ട്, കർത്താവ് ഏത് സ്നാനമേറ്റ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ വായ അടഞ്ഞു പോവും. കർത്താവ് മാനസാന്തര സ്നാനമേറ്റു എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം കർത്താവിന് പാവമില്ലല്ലോ. പിന്നെ ഇതിനെ മാനസാന്തരം. പിന്നെ കർത്താവ് ഏറ്റതായിരിക്കുന്ന സ്നാനം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ്. അതുമല്ല. കാരണം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിക്കാൻ കൽപ്പിച്ചത് തന്നെ കർത്താവാണ്. കർത്താവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിക്കാൻ കൽപ്പിച്ച കർത്താവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കില്ലല്ലോ. അപ്പോൾ പിന്നെ കർത്താവേറ്റ സ്നാനം നമുക്കൊരു മാതൃകയാണെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, അപ്പോൾ പിന്നെ കർത്താവേറ്റ സ്നാനം ഏതാ നിങ്ങളൊന്ന് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ സാധാരണക്കാരുടെ വാക്കുകളൊക്കെ മുട്ടിപ്പോകും. പ്രിയമുള്ളവരെ, കർത്താവ് ഏറ്റതായിരിക്കുന്ന സ്നാനം എന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അടയാള സ്നാനമാണ്. കർത്താവ് ആരാണ് എന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി. കാരണം യോഹന്നാനോട് പറഞ്ഞു, ആരുടെ മേൽ പ്രാവ് എന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു അവൻ പരിശുദ്ധാത്മാവിലും തീയിലും വെള്ളത്തിലും സ്നാനം കഴിപ്പിക്കുന്നവനാകും എന്ന് കർത്താവ് യോഹന്നാനോട് പറഞ്ഞായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം യോഹന്നാനോട് കൊടുത്തായിരിക്കുന്ന അരുളപ്പാടിൻ്റെ അടയാള സ്നാനമാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഏറ്റതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവ് പക്ക യഹൂദന്മാരുടെ ഇടയിൽ ജനിച്ച് ജീവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ആ വിധത്തിൽ യഹൂദന്മാരുടെ അനുസരണത്തിൻ്റെ അടയാളമായിരിക്കുന്ന സ്നാനമാണ് കർത്താവ് ഏറ്റത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ പരിച്ഛേദനയും സ്നാനവും അതൊന്നും നമ്മൾ കേൾക്കാനുള്ള ജാതികൾ ഈ പരിച്ഛേദനയും സ്നാനം കൊണ്ടൊന്നും അല്ല രക്ഷിക്കപ്പെടുന്നത്. അത് നമുക്കറിയാമല്ലോ. റോമാലേഖനം 15 അധ്യായത്തിന് 9-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി. നോക്കിയാൽ ശ്രദ്ധിക്കണം, ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി. ദൈവം പണ്ടേ അരുളി ചെയ്തായിരിക്കുന്ന സത്യത്തിൻ്റെ നിവൃത്തീകരണത്തിന് വേണ്ടി ക്രിസ്തു പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷകനായത്. ബാക്കി വായിച്ചേ. ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. നോക്കിയാൽ അപ്പോൾ ജാതികൾക്ക് ക്രിസ്തുവിൻ്റെ ആ തുടർച്ചയിലൂടെയുള്ളതായിരിക്കുന്ന രക്ഷയല്ല പറയുന്നത്. ജാതികൾ അവൻ്റെ കരുണ നിമിത്തം ദൈവത്തെ മഹത്വീകരിക്കണം. കരുണ നിമിത്തം, അവൻ്റെ കൃപ നിമിത്തം. കാര്യം വളരെ വ്യക്തമായില്ലേ? ക്രിസ്തു ചെയ്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി ചെയ്തു തന്ന മാതൃകാ പരിപാടികളൊന്നും അല്ല. അങ്ങനെയൊന്നും ധരിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ അടുക്കൽ വന്നവരോട് കർത്താവ് എന്ത് അനുസരിക്കാനാണ് പറഞ്ഞത്? രക്ഷപ്പെടാൻ എന്ത് അനുസരിക്കാനാണ് പറഞ്ഞത്? നിങ്ങൾക്കറിയാമല്ലോ. കർത്താവിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു പരീശൻ വന്നു, പിന്നെ വേറൊരു മനുഷ്യൻ വന്നു. എന്നിട്ട് ചോദിച്ചു, കർത്താവെ, നിത്യജീവൻ അവകാശിയായി തീരേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടി നിങ്ങൾക്കറിയാമല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യത്തിൽ കർത്താവ് വ്യക്തമായിട്ടൊരു മറുപടി അങ്ങനെ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ചേ കേൾക്കാം. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റു, ഗുരു,
ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. നോക്കെ ചോദിക്കുന്ന ആരാ? ന്യായശാസ്ത്രിയാണ് ചോദിക്കുന്നത്. വായിക്കൂ. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ. മതി. അവിടെ എന്താ പറയുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്ത് മറുപടിയാണ് കർത്താവ് ചോദിക്കുന്നത്? എന്താ സംശയം നിനക്കതിൽ? എന്തിനാ നീ സംശയിക്കുന്നത്? ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് അവനോട് ചോദിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇതൊക്കെ ആചരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ നിന്നെ പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം, ഇങ്ങനെയുള്ള ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ നീ അത് പോയി ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവൻ ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ അവിടെ ഒന്നും നിൽക്കുന്നില്ല. അവിടെ ഒന്നും പറഞ്ഞ് നമ്മുടെ സമയം കളയാനില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോൾ കർത്താവ് എന്താണ് രക്ഷപ്പെടാനുള്ളായിരിക്കുന്ന മാർഗമായിട്ട് താൻ ജീവിച്ചിരുന്ന 3.5 വർഷക്കാലം ഉപദേശിച്ചത്? ന്യായപ്രമാണം ഫോളോ ചെയ്യാൻ അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ, സംശയം ഏതുമില്ലല്ലോ. എന്നാൽ പൗലോസ് എന്താ പറഞ്ഞത്? പൗലോസ് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണാം പൗലോസ് എന്താ പറഞ്ഞതെന്ന്. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. എന്തോ ഒരു വാക്കാന്ന് നോക്കിയേ. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും. അപ്പോൾ പിന്നെ നോക്കിയ കർത്താവ് എന്താ പറഞ്ഞത്? ന്യായപ്രമാണം എന്തു പറയുന്നു, നീ എങ്ങനെ വായിക്കുന്നു അത് ചെയ്യുക, രക്ഷപ്പെടാനേ. പൗലോസ് പറയാണ്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ്. കർത്താവിൻ്റെ ഉപദേശങ്ങൾ നമ്മളോട് പറഞ്ഞതല്ല, യഹൂദന്മാരോട് യഹൂദ പശ്ചാത്തലത്തിൽ പറഞ്ഞതാണ് എന്നുള്ള കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മറ്റൊരു കാര്യം, കർത്താവ് പറഞ്ഞായിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു അല്ലേ? കർത്താവിൻ്റെ ഉപദേശം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ യെരുശലേമിലെ സഭയൊക്കെ ആദ്യകാലത്ത് അതൊക്കെ ആചരിച്ചു കേട്ടോ. അവരെല്ലാം വിറ്റ് പറക്കി ദരിദ്രന്മാർക്കൊക്കെ വീതം വെച്ച് കൊടുത്ത് ഉള്ളവരും ഇല്ലാത്തവരും സമൃദ്ധമായി ജീവിച്ചു. എല്ലാ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിട്ട് അവനവൻ്റെ ആവശ്യം പോലെ വീതിച്ചെടുത്തു എന്നൊക്കെയാണ് ആ പറഞ്ഞൊക്കെ അവർ സ്വീകരിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, അതാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? നമുക്കുള്ളതൊക്കെ വിറ്റ് കർത്താവിനെ അനുഗമിച്ചാലേ കർത്താവ് സ്വീകരിക്കുള്ളൂ. അത് അവരോട് പറഞ്ഞതാ. അതെടുത്തിട്ട് നമ്മൾ കർത്താവ് പറഞ്ഞ ഉപദേശം മുഴുവൻ നമ്മൾ അനുസരിക്കണം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കാത്തതായിരിക്കുന്ന ജനത്തോട് ഞാൻ പറയുകയാണ്, കർത്താവ് പറഞ്ഞത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലെന്നേ. അതാ കാര്യം. കാരണം എന്ന് വെച്ചാൽ നമുക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യാൻ പറ്റുമോ? 1 തിമോഥെയോസ് 5:8 പൗലോസ് പറയുന്നത്, തനിക്കുള്ളവർക്കും പ്രത്യേകാൽ തൻ്റെ സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയേക്കാൾ അധമനായി തീർന്നു എന്നാണ്. തനിക്കുള്ളവർക്കും തൻ്റെ സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതണം, ശേഖരിക്കണം. അതാ പുതിയ നിയമത്തിലെ പൗലോസിൻ്റെ ഉപദേശം. കർത്താവ് പറഞ്ഞത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യാൻ. നിങ്ങൾ ഇതിൻ്റെ അന്തരം മനസ്സിലായോ? ഈ വ്യത്യാസം മനസ്സിലാക്കിയോ? അതുപോലെ തന്നെ ഇപ്പോൾ കർത്താവ് പഠിപ്പിച്ച എന്താണ്? നീതീകരണം എങ്ങനെ വരുമെന്ന് പറഞ്ഞ് സ്വയം നീതീകരണത്തിന് കർത്താവ് സ്ഥാനം കൊടുത്ത് അറിയില്ലേ? സ്വയം നീതീകരണം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. ആരോട് പറഞ്ഞേ? യഹൂദന്മാരോട്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയില്ലെന്ന് തന്നെയാണ് കർത്താവ് വാക്കു പറഞ്ഞത്. അതായത് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാൽ അത് നീതീകരണത്തെക്കുറിച്ചല്ലേ കർത്താവ് അവിടെ സ്ഥാപിച്ച് പറഞ്ഞത്? നമുക്കാർക്കെങ്കിലും സ്വയം നീതീകരണം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് ചോദിക്കാൻ പറ്റുമോ? നമ്മൾ സ്വയനീതീകരണം കൊണ്ടാണോ സ്വർഗത്തിൽ പോകുന്നത്? ശ്രദ്ധിച്ചു നോക്കുക. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നമ്മുടെ നീതീകരണത്തിൻ്റെ വഴി എന്താന്ന് പറഞ്ഞു. എന്താ ഒന്ന് വായിക്കാം നമുക്ക്. ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ. നോക്കിക്കേ, വായിച്ചോ. ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. നോക്കിക്കേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി പറഞ്ഞേ വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നു. ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ നീതിയാണ് നമ്മുടെ നീതി. മനസ്സിലായല്ലേ? അതായത് ദൈവം യേശുക്രിസ്തുവിൽ കണക്കിട്ടതായിരിക്കുന്ന ആ നീതിയാണ് നമ്മുടെ നീതി. കർത്താവ് അങ്ങനെയാണോ പഠിപ്പിച്ചത്? കർത്താവ് പറഞ്ഞാൽ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാൻ പറ്റുകയില്ല. ഈ രണ്ട് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതല്ലാതെ യേശുക്രിസ്തു ഉപദേശിച്ചത് നമ്മുടെ ഉപദേശമാണ്, യേശുക്രിസ്തു പഠിപ്പിച്ചാണ് നമ്മൾ അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ
നമ്മളെ കൊണ്ട് പറ്റില്ല പ്രിയമുള്ളവരെ. നമ്മൾ പിന്നെ എന്താണ് സാധാരണ ജാതികളായിരിക്കുന്ന മനുഷ്യർ, നമ്മളെ കൊണ്ട് യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്ത് രക്ഷ നേടാനും പറ്റുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം മനസ്സിലാക്കണം. യേശുക്രിസ്തു പിന്നെ പഠിപ്പിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? സുവിശേഷങ്ങളിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയേ, എത്ര ഉപമയാണ് കർത്താവ് പറഞ്ഞേ, അല്ലേ? എത്ര ഉപമയാണ് പറഞ്ഞേ? ഈ ഉപമകളെല്ലാം എന്തായിരുന്നു? എന്തിനെക്കുറിച്ചായിരുന്നു ഈ ഉപമകളെല്ലാം പറഞ്ഞേ? നമുക്കറിയാമല്ലോ. എന്താണ് വിതക്കാരൻ്റെ ഉപമ, സ്വർഗരാജ്യം വയലിൽ വിത്ത് വിതയ്ക്കാൻ പോയവനോട് സദൃശ്യം, അല്ലേ? അതുപോലെ തന്നെ വയലിലെ നിധി, അതുപോലെ തന്നെ പുളിച്ച മാവ്, കടുക് മണി, മീൻ വല, കല്യാണ സദ്യ, എണ്ണയില്ലാത്ത കന്യകമാർ, താലന്തുകളുടെ ഉപമ, മുന്തിരിത്തോട്ടത്തിലെ വേലക്കാർ. ഈ ഉപമകളെല്ലാം പറഞ്ഞപ്പോൾ കർത്താവ് അതിൻ്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞറിയാം? ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം, സ്വർഗരാജ്യം മീൻ പിടിക്കുന്ന വലയോട് സദൃശ്യം, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. എന്താ കർത്താവ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? സ്വർഗരാജ്യത്തിൻ്റെ ഉപമയാണ് പറഞ്ഞത്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണത്തിൻ്റെ തുടർച്ചയായി 1000 ആണ്ടിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കുന്ന ആ രാജ്യത്തെക്കുറിച്ചാണ് ഈ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ. നിങ്ങളിത് കടക്കാൻ പോവുകയാണ്, ഇത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുകയും കടക്കാൻ പോവുകയാണ്. ഈ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം, വലുപ്പം, അതിന് വേണ്ടിയിട്ട് ജീവിതം വേർതിരിക്കുന്നതായിരിക്കുന്ന മനുഷ്യൻ്റെ ഭാഗ്യം, ഈ കാര്യങ്ങളെല്ലാം ആണ് കർത്താവ് ഉപമയിൽ പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ആ 1000 ആണ്ടിലേക്ക് പ്രവേശിക്കുന്ന കൂട്ടം അല്ല നമ്മൾ. പൗലോസ് അപ്പോസ്തലൻ നമ്മളെക്കുറിച്ച് പറയുന്ന ഫിലിപ്പിയ ലേഖനം 3-20 വാക്യം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു, അവിടെ നിന്ന് യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം വിശ്വസിച്ച് കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ സ്വർഗരാജ്യത്തിലേക്ക് 1000 ആണ്ടിലേക്ക്, ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമായ 1000 ആണ്ടിലേക്ക് കടക്കാനിരിക്കുന്നവരല്ല. നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ്. അത് കർത്താവ് പറഞ്ഞ ആ ഉപമകളും അതെല്ലാം ആ യഹൂദന്മാരോടാണ്. ഞാൻ ഓർക്കുന്നു, പണ്ട് മറ്റൊരു സഭയിൽ അംഗമായിരുന്ന സമയത്തൊക്കെ ഈ ഉപമകൾ ഓരോന്ന് വേർതിരിച്ച് പഠിപ്പിക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയാം ഞാൻ. കാരണം എനിക്ക് അറിയില്ലായിരുന്നു, അത് അവരോട് പറഞ്ഞാന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അത് അവരുടെ പശ്ചാത്തലമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ അതിനൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതൊക്കെ വേറെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. അതൊന്നും പഠിക്കണ്ടെന്നോ കേൾക്കണ്ടെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊക്കെ പഠിക്കണം, എല്ലാം നമ്മുടെ ബുദ്ധിഉപദേശത്തിനുള്ളത്. എന്നാൽ ഇത് ഒക്കെ അവരുടെ പശ്ചാത്തലത്തിൽ അവരോട് യഹൂദന്മാരോട് പറഞ്ഞതാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് അത് തന്നെയല്ല, കർത്താവ് ന്യായപ്രമാണത്തെ കൂടുതൽ ശക്തമായിട്ട് ഉപദേശിക്കുകയല്ല ചെയ്തേ, ആണോ? നിങ്ങൾ തന്നെ പറ. കർത്താവ് ന്യായപ്രമാണത്തെ ശക്തമായിട്ട് ഉപദേശിക്കുകയല്ല ചെയ്തേ. നിങ്ങൾ മനസ്സിലാക്കി നോക്കിയേ. കർത്താവിൻ്റെ കൽപ്പനകൾ നോക്കിയേ, എങ്ങനെയാണെന്ന് നോക്കിയേ. വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞേ? ഞാനോ നിങ്ങളോട് കൽപ്പിക്കുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ന്യായപ്രമാണത്തെയാണോ കർത്താവ് പഠിപ്പിച്ചത്, അതെയോ കൃപായുഗ സുവിശേഷമാണോ കർത്താവ് പഠിപ്പിച്ചത്? നിങ്ങൾ തന്നെ വിധിക്കുക. വ്യഭിചാരം ചെയ്യരുതെന്നുള്ള കൽപ്പന എവിടുത്തെയാണ്? ന്യായപ്രമാണത്തിലെ. കർത്താവ് പറഞ്ഞാൽ എന്താ? മോഹിക്കത്തക്കവണ്ണം നോക്കിയാൽ പോലും നീ വ്യഭിചാരം ചെയ്തു പോയി, ചെയ്യണ്ട, നേരിട്ട് അങ്ങ് ടച്ച് ചെയ്ത് വ്യഭിചാരം ചെയ്യണ്ട, നോക്കിയാൽ പോലും നീ വ്യഭിചാരം ചെയ്തു പോയെന്നാണ് പറഞ്ഞത്, അല്ലേ? കുല ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ന്യായപ്രമാണത്തിലെ പ്രമാണം എന്താ? കുല ചെയ്യരുത്. കർത്താവ് എന്താ പഠിപ്പിച്ചത്? സഹോദരനെ മൂട എന്ന് വിളിക്കുന്നവനൊക്കെ കുലപാതകനാകുന്നു, അവൻ നിത്യനരകത്തിന് യോഗ്യനാകും. അപ്പം നോക്കിക്കേ, ന്യായപ്രമാണത്തെ കൂടുതൽ ദൃഢമാക്കുകയല്ലേ ഇത് ചെയ്ത കർത്താവ്, ഉറപ്പിക്കുകയല്ലേ ചെയ്ത കർത്താവ്. നിങ്ങളതൊന്ന് മനസ്സിലാക്കി നോക്കിയേ. ഭാര്യയെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, മോശ കൽപ്പനയിൽ പറഞ്ഞു ഉപേക്ഷണപത്രം എഴുതി കൊടുത്തിട്ട് അവളെ ഉപേക്ഷിക്കട്ടെ. കർത്താവ് എന്താ പറഞ്ഞേ? ഏത് വിധത്തിലും ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. അപ്പോൾ കർത്താവ് എന്താ പഠിപ്പിച്ചേ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതല്ലേ? നിങ്ങളല്ല, സാധാരണ പലരും ചോദിക്കുന്ന ചോദ്യം ഇതല്ലേ? എന്താ 4 സുവിശേഷങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? കർത്താവിൻ്റെ ഉപദേശമല്ല നമ്മൾ സ്വീകരിക്കേണ്ടതെന്നാണ്. പ്രിയമുള്ളവരെ, കർത്താവ് പഠിപ്പിച്ചത് ന്യായപ്രമാണമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കാര്യം അനുസരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? നിങ്ങൾ എന്ത് ചോദിക്കുക? നിൻ്റെ കണ്ണോ കയ്യോ നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടിയെടുത്ത് ചൂന്നെടുത്ത് ദൂരെ കളക. 2 കണ്ണുള്ളവനായി നിത്യ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് നല്ലത്. നിൻ്റെ 2 കൈയുള്ളവനായി നിത്യ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കയ്യനായി സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ഇതൊക്കെ എന്തിനാ കർത്താവ് പറഞ്ഞത്?
വല്ലതും മനസ്സിലായി എന്തിനാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നതായിരിക്കുന്ന കണ്ണുകളും കൈകളും ജീവിതവും ഉള്ളവൻ ആ അവയവങ്ങളെ ഛേദിച്ച് കളയട്ടെ എന്നാ പറഞ്ഞത്. കാരണം കണ്ണുകൊണ്ട് പാപം ചെയ്യുന്നു, ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പാപം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ന്യായപ്രമാണ കർത്താവ് ഉപദേശിച്ചത്. നമ്മൾ ആരെങ്കിലും കണ്ണും കൈ കാലൊക്കെ ഛേദിച്ച് കളഞ്ഞും കുത്തി ചുഴുന്നെടുത്ത് കളഞ്ഞിട്ടുമൊക്കെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ നമ്മൾ മെനക്കെട്ടിട്ടുണ്ടോ? അപ്പം നിങ്ങൾ കർത്താവിൻ്റെ ഉപദേശം സ്വീകരിക്കുമെന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യാൻ തയ്യാറാകുമോ? നിങ്ങളൊന്ന് തീരുമാനിച്ച് നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യാനായിട്ട് തയ്യാറാകുമോ? എന്നാൽ പൗലോസ് അപ്പോസ്തലൻ എന്താ അതിനെക്കുറിച്ച് പറയുന്നതെന്ന് ഗലാത്യലേഖനം 3 അധ്യായത്തിൻ്റെ 10 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ ന്യായപ്രമാണമാണോ നമ്മുടെ രക്ഷയ്ക്ക് ആധാരമെന്ന് നമുക്ക് അവിടെ നിന്ന് കാണാം. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴാകുന്നു. ആണോ? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാണ് എന്ന് പൗലോസ് പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ലല്ലോ. അത് നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നവരല്ലേ. നിങ്ങൾ ചോദിക്കുന്നത് നമ്മൾ പൗലോസിനെയാണോ പിൻഗമിക്കേണ്ടത്, യേശുവിനെയാണോ പിൻഗമിക്കേണ്ടതെന്നാണ്. ആണോ? ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രമാണങ്ങളിൽ ആശ്രയിക്കുന്ന ഏവനും എന്താണെന്ന് പറഞ്ഞേ? ശാപത്തിൻ്റെ കീഴിലാവുന്നു. കർത്താവോ ന്യായപ്രമാണം അനുസരിക്കാനാണ് പറഞ്ഞേ രക്ഷപ്പെടാൻ. ന്യായപ്രമാണം അനുസരിക്കാൻ പറ്റാതെ വണ്ണം ഉള്ളതായിരിക്കുന്ന കണ്ണും കൈയും കാലുമാണ് നിനക്കുള്ളതെങ്കിൽ വെട്ടിക്കളയാൻ പറഞ്ഞു. അതാ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ എന്തൊക്കെയോ പറയുകയാണ്, എന്തൊക്കെയോ പഠിപ്പിക്കുകയാണ്. ഇതൊന്നും ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലെ ഒരു സഭകളും ഇത് എന്താണെന്ന് ഈ പതിരും നെല്ലും യഥാർത്ഥമാവണം തിരിച്ച് പഠിപ്പിക്കുന്നില്ലെന്നേ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. റോമാലേഖനം 6:14 നമ്മളെന്താ വായിക്കുന്നത്? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. നോക്കിയ ന്യായപ്രമാണത്തിന് അധീനരല്ല നമ്മൾ കൃപയ്ക്കാണ് അധീനര്. പുതിയ നിയമസഭ വിശ്വാസികൾ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ കൃപയ്ക്കാണ് അധീനരായിരിക്കുന്നത് എന്നുള്ളത് കാണാനായിട്ട് പറ്റും. നമ്മൾ ഗലാത്യലേഖനം 6 അധ്യായത്തിന് 1 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒരുത്തൻ വല്ല തെറ്റിലും ആവപ്പെട്ടാൽ ഒരുത്തൻ വല്ല തെറ്റിലും ആവപ്പെട്ടാൽ എന്താണ്? ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തും. അങ്ങനെയുള്ളവനെ ഒരുത്തൻ വല്ല തെറ്റിലും ആകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സത്യത്തിൻ്റെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. കർത്താവ് എന്താ പറഞ്ഞേ? ന്യായപ്രമാണത്തിൽ എന്തെങ്കിലും തെറ്റിക്കുന്നവൻ്റെ കണ്ണും കയ്യും കാലും കൊത്തി മുറിച്ച് കളഞ്ഞേക്കാനാണ് പറഞ്ഞത്. പൗലോസ് എന്താ പറഞ്ഞേ? തെറ്റുകൾ മനുഷ്യ സഹജമാണ്, വന്നേക്കാം. ആരെങ്കിലും വല്ല തെറ്റിലും ആകപ്പെട്ടാൽ അങ്ങനെയുള്ളവനെ യഥാസ്ഥാനപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ സുവിശേഷ പുസ്തകങ്ങളാണോ നമ്മൾ അനുസരിക്കേണ്ടത്? നിങ്ങൾ തന്നെ വിധിക്കുക. നമ്മൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന 3.5 വർഷത്തെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ 3.5 വർഷത്തെ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവ് പറഞ്ഞ ഉപദേശങ്ങളാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? അത് സ്വീകരിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ജാതികളായിരിക്കുന്ന നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റുമോ? അത് നമ്മളോട് പറഞ്ഞതാണോ? നിങ്ങൾ തന്നെ വിധിക്കുക. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കാതെ ദൈവവചനം പഠിക്കുന്നതിലൂടെ ഒരുപാട് തെറ്റുകൾ അനേകർക്ക് പറ്റുന്നു. ഇതൊക്കെയും എന്താണ് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞതല്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലല്ല അടിസ്ഥാനപ്പെട്ടത്. നമ്മുടെ രക്ഷ പിന്നെ എവിടെയാണ്? പിന്നെ എന്തിലാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം? കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ. മനസ്സിലാകുന്നുണ്ടോ കാര്യം? കർത്താവായി യേശു ക്രിസ്തു കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഈ ഒരൊറ്റ വിശ്വാസം, ഇതാ സുവിശേഷം, ഇതാ കൃപയുടെ സുവിശേഷം, ഇതാ ജാതികളായ നമുക്കുള്ള സുവിശേഷം. ആ ഒരു വിശ്വാസത്തിലുള്ളായിരിക്കുന്ന ആശ്രയവും സമർപ്പണവുമാണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത് മനസ്സിലാക്കണം. 2 കൊരിന്ത്യർ ലേഖനം 5 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ പൗലോസ് ഒരു ശക്തമായ വാദം പറയുന്നുണ്ട്. ഞങ്ങളിനി ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഞങ്ങൾ ഇനി അങ്ങനെ അറിയുന്നില്ല. എന്തേ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിയുക എന്നൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ന്യായപ്രമാണപ്രകാരം ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ന്യായപ്രമാണം ഉപദേശിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തായിരിക്കുന്ന ക്രിസ്തുവിനെ ആ വിധത്തിൽ ഞങ്ങൾ അറിയുന്നില്ല എന്നേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ജഡപ്രകാരം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായോ? ന്യായപ്രമാണത്തിലെ ക്രിസ്തുവിനെ ഞങ്ങൾ അറിയുന്നില്ല എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ജഡം എന്നുള്ളതായിരിക്കുന്ന വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനൊക്കെ തെളിവുകളൊക്കെ ഞാൻ വേണമെങ്കിൽ തെളിയിച്ചു തരാം, പക്ഷേ ഇന്ന് നമുക്കതിന് സമയമില്ല. അപ്പം ന്യായപ്രമാണത്തിലെ ക്രിസ്തുവിനെ ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അറിയേണ്ടത് കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി പകരം ജീവൻ കൊടുത്തത് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിനെയാണ്. അതിലൂടെയാണ് നമ്മുടെ രക്ഷ എന്നുള്ളത് മനസ്സിലാക്കണം. ക്രിസ്തു പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക, ക്രിസ്തു ഉപദേശിച്ചതനുസരിച്ച് സ്വർഗ്ഗത്തിൽ പോകാനായിട്ട് ഒരു മനുഷ്യനും കഴിയുകയില്ല. ക്രിസ്തുവിൻ്റെ
ക്രിസ്തുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് ഒരു മനുഷ്യൻ പോലും സ്വർഗത്തിൽ പോവുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രക്ഷ കൃപയാൽ ദൈവത്തിൻ്റെ കൃപയാൽ ദാനമായിട്ട് തരുന്നതായിരിക്കുന്ന രക്ഷയാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നാം പൗലോസിനെ അല്ല അനുസരിക്കുന്നത്, നാം പൗലോസിൻ്റെ ഉപദേശമല്ല സ്വീകരിക്കുന്നത്. പിന്നെ ആരുടെയാ? പൗലോസിലൂടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശത്തിലൂടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. നമ്മൾ അതിലാണ് രക്ഷപ്പെടുന്നത്, ആ കൃപയാലെ രക്ഷപ്പെടുന്നത്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലല്ല. ഈ കാര്യം മനസ്സിലാകണം. കർത്താവ് വന്നതും പിന്നെ കർത്താവ് ഉപദേശിച്ചതും കർത്താവ് പഠിപ്പിച്ചൊക്കെ ആരോടായിരുന്നു അറിയാവോ? യഹൂദന്മാരോടാ, അവരുടെ പശ്ചാത്തലത്തിലാണ്. എന്നെ ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ അയച്ചിട്ടില്ല. കർത്താവ് അതാ പറഞ്ഞത്, നമ്മുടെ അടുത്തേക്ക് അയച്ചതല്ലാന്ന് കർത്താവിനെ. ഞാൻ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ വന്നവനല്ലാന്ന് പറഞ്ഞു. മക്കളാരാ? യഹൂദന്മാർ. ഞാൻ അവർക്ക് അപ്പം കൊടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. ആ ജാതികളുടെ പിന്നെ ശിഷ്യന്മാരെ അയച്ചപ്പോഴും പറഞ്ഞു, ജാതികളുടെ അടുക്കൽ പോകാതെയും പിന്നെ ശമര്യരുടെ പട്ടണത്തിൽ കിടക്കാതെയും ദൈവത്തിൻ്റെ സത്യസുവിശേഷം യഹൂദന്മാരോട് പറയാനായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം നമ്മൾ എന്താ അനുസരിക്കണ്ടേ, എന്താ ആചരിക്കണ്ടേ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷമാണോ നമ്മുടെ പ്രമാണ ഗ്രന്ഥം? അതനുസരിച്ച് രക്ഷപ്പെടാൻ പറ്റുമോ? അതിലൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഈ കേട്ട വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് അതെങ്ങനെ വിവേചിച്ചെടുക്കാം? ദൈവം നിങ്ങളോട് ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് അതൊന്നും കർത്താവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിലെ ഉപദേശമൊന്നും നമുക്കനുസരിക്കാനും അംഗീകരിക്കാനും പറ്റുകയില്ല. അത് മനസ്സിലാക്കുക. നമ്മൾ രക്ഷപ്പെടുന്നത് കർത്താവിൽ തന്നെയാണ്, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലെ വ്യക്തിപരമായ വിശ്വാസത്തിലും ആശ്രയത്തിലുമാണ്. അത് നമുക്ക് പറഞ്ഞു തന്നത് പൗലോസ് അപ്പോസ്തലനാണ്. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന നാം പ്രമാണിക്കേണ്ടത് പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ച കർത്താവിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ റോമാലേഖനം മുതൽ ഫിലേമോൻ എഴുതിയ ലേഖനം വരെയുള്ളായിരിക്കുന്ന ആ ലേഖനങ്ങളാണ്, അതിലെ പ്രമാണങ്ങളാണ് നമ്മുടെ ഉപദേശ വിഷയം. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഉത്തരം കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ്? നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ ഉപദേശം അല്ലേ പിൻപറ്റേണ്ടത്, സുവിശേഷങ്ങളുടെ ഉപദേശം അല്ലേ പിൻപറ്റേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരം കിട്ടിക്കാണുമല്ലോ. ദൈവം നിങ്ങളെ അവരെയും സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ
ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിൻ്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ആയിട്ട് ദൈവം ഒരുക്കിയ സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ പകലിൽ ദൈവവചനം സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസൻ എൽദോ ബ്രദറെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, അപ്പോസ്തലന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അവരുടെ യോഗ്യതകളെക്കുറിച്ചുമൊക്കെ സവിസ്തരം കർത്താവിൻ്റെ ദാസനിൽ കൂടി അടിയങ്ങളെ കേൾപ്പിച്ച ആ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾ ദൈവവചനം പഠിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ അടിയങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായി തീരുവാൻ, പ്രയോജനകരമായി തീരുവാൻ ഇടയാക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, വചനം സംസാരിപ്പാൻ നിന്റെ ദാസനെ ഉപയോഗിച്ചല്ലോ, പിന്നെയും കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്കായിട്ട് നിൻ്റെ ദാസന്മാരെയൊക്കെ നീ ഉപയോഗിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ അടിയങ്ങൾ പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മ അടികളോടും അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹത്തെയും നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഒരാഴ്ചവട്ടം മുഴുവനും ദൈവിക കൃപയിൽ നടക്കുവാൻ വേണ്ടുന്ന എല്ലാ കരുണയും കൃപകളും ദൈവത്തിൽ നിന്ന് പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മാറാനാഥ, ഗ്രേസ്.